നമസ്കാരം. ഇത് ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ്, പ്രത്യേകിച്ച് ഇലക്ട്രിക് കാറുകളുടെ കാലം. ഇപ്പോൾ നമ്മളുടെ വിപണിയിൽ ചൈനീസ് നിർമ്മിതമായിട്ടുള്ള BYDയോ അല്ലെങ്കിൽ MG മോട്ടോഴ്സിൻ്റെ കാറുകൾ നമ്മൾ ഇപ്പോൾ നിരത്തുകളിൽ സർവ്വസാധാരണമായി കാണുന്നുണ്ട്. ഇന്ത്യൻ ബ്രാൻഡുകളായ മഹീന്ദ്ര, ടാറ്റ ഈ മോഡലുകളും നമ്മുടെ വിപണിയിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം ഒരു ലാഭം മാത്രം നോക്കി അല്ലെങ്കിൽ പ്രകൃതി സൗഹൃദമാണ് എന്ന് കണ്ടുകൊണ്ട് വളരെയധികം പേർ ഇപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ പിന്നാലെ പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ സംശയം ഇതാണ്, നമ്മുടെ ചില സാമ്പത്തിക ലാഭം മാത്രം മുൻനിർത്തി ഇത്തരം കാറുകൾ വാങ്ങുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഈ കാറുകൾ ഒരു ചാരപ്പണി ചെയ്യുന്നതിന് നമ്മൾ കൂട്ടുനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ ഈ കാറുകൾ ഇടപെടുന്നതിന് നമ്മളും അറിഞ്ഞോ അറിയാതെയോ പങ്കാളികളാകുന്നുണ്ടോ? ഈ വിഷയത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് പറഞ്ഞുതരാം. ആദ്യം ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു സാധ്യതയെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുന്നത് അത് BYD എന്ന് പറയുന്ന ചൈനീസ് ബ്രാൻഡാണ്. അതിൻ്റെ കാരണം അവർ സ്വന്തമായിട്ട് ബാറ്ററികൾ നിർമ്മിക്കുന്നതിനാൽ തന്നെ വളരെ വില കുറഞ്ഞ വിലയ്ക്കാണ് അല്ലെങ്കിൽ കുറഞ്ഞ വിലയ്ക്കാണ് അവർ കാറുകൾ വിപണിയിലെത്തിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ യൂറോപ്പ്, ഏഷ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള മേഖലകളിൽ ഇവരുടെ വലിയ വിൽപ്പനയും ഇപ്പോൾ നടക്കുന്നുണ്ട്. കുറഞ്ഞ വില മാത്രമല്ല, അത്യന്താധുനിക സാങ്കേതിക വിദ്യകളും കംഫർട്ടും ഈ BYD അല്ലെങ്കിൽ ചൈനീസ് ബ്രാൻഡായ MG ഇത് രണ്ടും വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വിദേശത്ത് പൂർണ്ണമായി നിർമ്മിച്ച് ഇന്ത്യയിലേക്ക് നേരിട്ടെത്തിക്കുന്ന വാഹനങ്ങൾക്ക് നമ്മൾ 60% മുതൽ 100% വരെ നികുതി നിലവിൽ ചുമത്തുന്നുണ്ട്. എന്നിട്ടും ഈ വാഹനങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ എഞ്ചിനും മറ്റ് പ്രധാന ഭാഗങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവന്ന് അസംബ്ലി ചെയ്യുന്ന ഇപ്പോൾ BYD പോലുള്ള ബ്രാൻഡുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിനാണെങ്കിൽ നമ്മൾ 30% മുതൽ 35% വരെ നികുതി ഇവിടെ ചുമത്തുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ നിർമ്മിതമായിട്ടുള്ള കാറുകൾക്ക് വെറും 5% GST മാത്രമാണ് ഇപ്പോൾ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പോകുമ്പോൾ ഇന്ത്യൻ നിർമ്മിത കാറുകൾക്ക് സ്വാഭാവികമായും വില കുറവാണ്. അതിനേക്കാൾ കുറച്ചുകൂടി വില കൂടുതലാണ് ഈ ചൈനീസ് നിർമ്മിത കാറുകൾക്കെന്ന് നമുക്ക് പറയാം. പക്ഷേ എന്നിരുന്നാലും കാണാനുള്ളൊരു ലുക്കും ഒരു ഗാംഭീര്യവും കുറച്ചുകൂടി കംഫർട്ടും ഒക്കെ കണ്ടിട്ട് പലരും ഈ ചൈനീസ് നിർമ്മിത കാറുകളുടെ പുറകെ പോകുന്നുണ്ട്. ഇപ്പോൾ MG എന്ന് പറയുന്നൊരു മോഡലിനെ നോക്കുകയാണെങ്കിൽ MG വിൻസർ എന്ന് പറയുന്ന മോഡൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഒരു മോഡലാണ്. അത് കഴിഞ്ഞാൽ MG ZS EV അല്ലെങ്കിൽ MG കോമറ്റ്, ഇതിപ്പോൾ സർവ്വസാധാരണ ചെറിയ വാഹനം എന്ന രീതിയിൽ കോമറ്റ് വാഹനങ്ങൾ പണ്ട് നമ്മുടെ നിരത്തുകളിൽ ടാറ്റ നാനോ കണ്ടതിന് സമാനമായിട്ട് ഇപ്പോൾ കോമറ്റ് വണ്ടികളും നിരവധിയായിട്ട് പോകുന്നുണ്ട്. ഇനി BYDയുടെ ഫുൾ ഫോം തന്നെ ബിൽഡ് യുവർ ഡ്രീംസ് എന്നാണ്. അപ്പോൾ അവർ 4 ബ്രാൻഡുകൾ ഇപ്പോൾ നിലവിൽ നമ്മുടെ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അവരുടെ ബ്ലേഡ് എന്ന രീതിയിലുള്ളൊരു ബാറ്ററി സാങ്കേതിക വിദ്യയാണ് അവർ അവതരിപ്പിക്കുന്നത്. അതും ആ വാഹനങ്ങളുടെ പ്രത്യേകതയായിട്ട് അവർ പറയുന്നുണ്ട്. ഇപ്പോൾ BYD എന്ന് പറയുന്ന കമ്പനിയുടെ ആട്ടോ അതിന് ഏതാണ്ട് 24.99 ലക്ഷം മുതൽ 34.49 ലക്ഷം വരെയാണ് അതിൻ്റെ ഒരു വില. അത് 64 kWh കിലോ വാട്ട് ബാറ്ററി, 60.48 കിലോ വാട്ട് ബാറ്ററി അതിലുണ്ട്. 521 കിലോമീറ്റർ റേഞ്ച്, ഒറ്റ തവണ ചാർജ് ചെയ്താൽ അത്രയും കിലോമീറ്റർ ഓടും. അതുകൊണ്ട് തന്നെ ഈ ബ്രാൻഡാണിപ്പോൾ BYDയുടെ പേരിൽ നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ഏറ്റവും കൂടുതലുള്ളത്. മറ്റൊരു BYD സീലിയൻ എന്ന പേരിലുള്ളതാണ് കുറച്ചുകൂടി വില കൂടിയത്. 41 ലക്ഷം മുതൽ 55 ലക്ഷം വരെയാണ്. കുറച്ചുകൂടി പവർ, കുറച്ചുകൂടി ചാർജിങ് കപ്പാസിറ്റി ഉള്ള ബാറ്ററി, 82.65 കിലോ വാട്ട് ബാറ്ററിയും 567 കിലോമീറ്റർ റേഞ്ചുമാണ് ഈ ബ്രാൻഡിൽ കമ്പനി ഓഫർ ചെയ്യുന്നത്. മറ്റൊരു ബ്രാൻഡ് BYD സീൽ എന്ന് പറയുന്നത് അതും ഒരു ലക്ഷറി ബ്രാൻഡ് എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ അധികം നിരത്തുകളിൽ അത് കാണാറില്ല. പിന്നെ 7 സീറ്ററും വരുന്നുണ്ട്, കുടുംബങ്ങളെ ഉദ്ദേശിച്ചുള്ള 7 സീറ്റർ. അത് BYD E-Max എന്ന പേരിൽ ആണ് വരുന്നത്. പിന്നെ പുതിയ ചില ബ്രാൻഡുകളും BYD ഇറക്കാൻ പോകുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യയിൽ വരുന്ന BYD സീൽ U പോലെയുള്ള വരാനിരിക്കുന്ന കാറുകൾക്ക് ഒറ്റ ചാർജിലും ഫുൾ ടാങ്കിലും കൂടി ഏതാണ്ട് 1000 മുതൽ 1200 കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. കൂടാതെ BYD സീലിയൻ 6 പോലെയുള്ള മോഡലുകളും എല്ലാം തന്നെ താമസിയാതെ വിപണിയിൽ എത്തിക്കാം. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം, കാറുകൾ പണ്ട് കാലത്ത് അല്ലെങ്കിൽ പരമ്പരാഗത സങ്കല്പം ഒരു വാഹനമാണെങ്കിൽ അത് ഇലക്ട്രിക് കാറായിട്ട് മാറുമ്പോൾ അതൊരു ഇലക്ട്രിക്കൽ ഉപകരണം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നിരത്തുകളിൽ ഓടുന്നുണ്ട് എന്ന് മാത്രം. അതിൻ്റെ യന്ത്ര സംവിധാനം എല്ലാം തന്നെ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഉപകരണമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ BYD എന്ന് പറയുന്ന കാറിൻ്റെ ബ്രാൻഡിൽ
അതിൽ ക്യാമറകളുണ്ടാകും, മൈക്രോഫോണുകളുണ്ടാകും, GPS പോലെയുള്ള സംവിധാനങ്ങളുണ്ടാകും, അത്യന്താധുനിക സെൻസറുകളുണ്ടാകും. ഇവയ്ക്ക് ഡ്രൈവറുടെ യാത്രാ വിവരങ്ങൾ, സംഭാഷണങ്ങൾ, ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ദൃശ്യങ്ങൾ എന്നിവ ശേഖരിക്കാൻ കഴിയും. ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കാറുകൾ ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ തീരെഴുതി വിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം ഉദിക്കാനുള്ള കാരണം ഇത്തരം ചില സംഭവങ്ങളാണ്. ഇപ്പോൾ ചൈനയിലെ 2017 ഒരു നിയമമുണ്ട്. ദേശീയ രഹസ്യാന്വേഷണ നിയമപ്രകാരം അവർ ആവശ്യപ്പെടുന്നുണ്ട് അവരുടെ കമ്പനികൾ ഇത്തരം വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത് രാജ്യസുരക്ഷയെ കരുതി അവരുടെ സർക്കാരിന് കൈമാറണമെന്ന് 2017 ചൈനയിൽ ഒരു നിയമം കൂടിയുണ്ട്. അപ്പോൾ കുറേ കൂടി കാര്യങ്ങൾ വ്യക്തമായി എന്ന് തോന്നുന്നു. അത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ബോധവും ബുദ്ധിയുള്ള രാജ്യങ്ങൾ ഇത് നേരത്തെ തിരിച്ചറിഞ്ഞു. പ്രധാനമായിട്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ഇത്തരം സംഭവങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്ന രാജ്യമാണല്ലോ. അവർ പ്രതിരോധ മന്ത്രാലയം സൈനിക ഉദ്യോഗസ്ഥർക്കായിട്ട് കർശന നിബന്ധന വെച്ചു. ചൈനീസ് വാഹനങ്ങൾ വാങ്ങുന്നത് പൂർണ്ണമായിട്ടും വിലക്കി. പ്രതിരോധ ഉദ്യോഗസ്ഥർ ഒരു കാരണവശാലും ചൈനീസ് വാഹനങ്ങൾ വാങ്ങരുത് എന്ന് പറഞ്ഞു. BYD ഉൾപ്പെടെയുള്ള ചൈനീസ് ഇലക്ട്രിക് സ്മാർട്ട് വാഹനങ്ങൾ തങ്ങളുടെ വിപണിയിൽ പ്രവേശിക്കുന്നത് തടയാൻ അമേരിക്കയും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതിന് എന്ത് ചെയ്തു? BYD പോലെയുള്ള കമ്പനികളെ സൈന്യവുമായി ബന്ധപ്പെടുന്ന അതായത് ചൈനീസ് മിലിറ്ററി കമ്പനീസ് ലിസ്റ്റ് എന്ന പട്ടികയിലാണ് അമേരിക്ക BYD എന്ന കമ്പനിയെ ഉൾപ്പെടുത്തിയത്. അതുവഴി അമേരിക്കൻ പ്രതിരോധ സ്ഥാപനങ്ങൾക്കോ സർക്കാർ വിഭാഗങ്ങൾക്കോ BYD ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത് കർശനമായി തടയാൻ അമേരിക്കയ്ക്ക് സാധിച്ചു. കൂടാതെ ചൈനയിൽ നിർമ്മിച്ച് നേരിട്ട് അമേരിക്കയിലേക്ക് വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്കുമേൽ 100% നികുതിയും അമേരിക്ക അങ്ങ് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ GST 30 മുതൽ 35% വരെ ഉള്ളൂ. അമേരിക്ക അവിടെ 100% താരിഫ് ഏർപ്പെടുത്തിയാണ് ചൈനയെ അവിടെ തടഞ്ഞു നിർത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, അമേരിക്കയിൽ നടപ്പിലാക്കിയതാണ്. ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ചൈനീസ് നിർമ്മിത സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും അമേരിക്കൻ റോഡുകളിൽ ഓടുന്ന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് അവർ പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തു. കൂടാതെ ബ്ലൂടൂത്ത്, സാറ്റലൈറ്റ്, വൈഫൈ, ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് സിസ്റ്റം എന്നിവയുള്ള ചൈനീസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനേ പാടില്ല എന്നും അമേരിക്ക നിബന്ധന എടുത്തു. ഇനി ഓസ്ട്രേലിയയിലേക്ക് വരാം. ഓസ്ട്രേലിയൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ASIO, അതായത് ഓസ്ട്രേലിയൻ സെക്യൂരിറ്റി ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ, അവർ രാജ്യത്തെ ജനപ്രതിനിധികൾക്കും ഔദ്യോഗിക ഉദ്യോഗസ്ഥർക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഈ BYD അല്ലെങ്കിൽ ചൈനീസ് നിർമ്മിതമായ MG തുടങ്ങിയ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുള്ള ചൈനീസ് വാഹനങ്ങൾക്കുള്ളിലിരുന്ന് രഹസ്യ സ്വഭാവമുള്ളതോ തന്ത്രപ്രധാനമായതോ ആയ ഔദ്യോഗിക കാര്യങ്ങൾ ചർച്ച ചെയ്യരുത്. അവരാണ് ഇത്ര വലിയ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ കാറുകൾ വലിയ തോതിൽ ഓഡിയോ ലൊക്കേഷൻ ഡാറ്റകൾ ശേഖരിക്കുന്നുണ്ടെന്ന് ഏജൻസികൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓസ്ട്രേലിയ ഇങ്ങനൊരു തീരുമാനമെടുത്തത്. ഇപ്പോൾ ഓസ്ട്രേലിയയിലെ ഡാറ്റാ നിരീക്ഷണ വിഭാഗമായ OAIC, അതായത് ഓഫീസ് ഓഫ് ദ ഓസ്ട്രേലിയൻ ഇൻഫർമേഷൻ കമ്മീഷണർ, സ്മാർട്ട് കാറുകളിലെ ക്യാമറകൾ, ലൊക്കേഷൻ ട്രാക്കിംഗ്, മൈക്രോഫോണുകൾ എന്നിവ വഴി ശേഖരിക്കുന്ന ഡാറ്റ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതുമുണ്ട്. കൂടാതെ BYD അവർക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ BYD ഒരു വിശദീകരണമായിട്ട് വന്നേക്കുകയാണ്. അവർ പറയുകയാണ്, ഞങ്ങൾ ഉപഭോക്താക്കളുടെ സ്വകാര്യത മാനിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ വിൽക്കുന്ന വാഹനങ്ങളുടെ ഉപഭോക്തൃ വിവരങ്ങൾ ചൈനയിലെ ആസ്ഥാനത്തേക്ക് അയക്കാറില്ല. പ്രാദേശിക സെർവറുകളിൽ, അതായത് ഇന്ത്യയിലാണ് ആ കാറ് വെക്കുന്നതെങ്കിൽ ഇന്ത്യയിലെ സെർവറിലെ അത് സൂക്ഷിക്കുമെന്നാണ് അവർ നമ്മളോട് പറയുന്നത്. ചൈനക്കാരൻ്റെ വാക്കും പഴം ചാക്കുമാണ് അത് അടിവരയിട്ട് പറയുക. കൂടാതെ കാറിനുള്ള ക്യാമറകൾ ആവശ്യമെങ്കിൽ മൂടി വെക്കാനുള്ള ഫിസിക്കൽ സ്വിച്ചുകളും അന്താരാഷ്ട്ര സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായ എൻക്രിപ്ഷൻ സംവിധാനങ്ങളും തങ്ങളുടെ കാറുകളിൽ ഉണ്ടെന്ന് BYD ഔദ്യോഗിക വെബ്സൈറ്റിലും വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുന്നു, ചൈനയുടെ വാക്കും പഴം ചാക്കും. തങ്ങളുടെ വാഹനങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ചൈനീസ് AI സേവനങ്ങളായ ഡീപ് സീക്ക് ഉൾപ്പെടുത്താൻ പദ്ധതിയില്ലെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. ഈ ഡീപ് സീക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ രഹസ്യമായിട്ട് ഓരോ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളിൽ ചൈന ഏർപ്പെടുത്തുന്ന പരിപാടിയാണ് ഡീപ് സീക്ക്. ആ പരിപാടി BYDയിൽ ഇല്ല എന്നും അവർ പറയുന്നുണ്ട്. ഇനി എന്താണ് ഇന്ത്യയുടെ കാര്യത്തിൽ? നമ്മൾ നേരത്തെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും കാര്യത്തിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഇത്തരം ആശങ്കകളില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇന്ത്യക്കും അത്തരം ആശങ്കകളുണ്ട്. ഈ സുരക്ഷാ ഭീഷണികളെ ഇന്ത്യയും വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഇത്തരം കാറുകൾക്ക് ഡ്രൈവറുടെ ലൊക്കേഷൻ, ഓഡിയോ എന്നിവ ചോർത്താനും ഭാവിയിൽ റിമോട്ട് കൺട്രോൾ വഴി വാഹനം നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം എന്നും ആശങ്ക ശക്തമാണ്.
അപ്പോൾ അതും കൂടി ആയാൽ പൂർത്തിയായി. ഏതെങ്കിലും VVIPയുടെ വാഹന വ്യൂഹം കടന്നു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഇത്തരം ഇലക്ട്രോണിക്സ് വാഹനങ്ങൾ അല്ലെങ്കിൽ EV വാഹനങ്ങൾ റിമോട്ട് കൺട്രോൾ വഴി ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ഇടയിലോട്ട് ഇടിച്ചു കയറ്റി ഒരു സ്ഫോടനം നടത്താൻ പറ്റില്ലെന്ന് ആര് കണ്ടു? അപ്പോൾ അത്തരം പ്രശ്നങ്ങളുള്ളത് തന്നെയാണ് നമ്മളും ഇക്കാര്യത്തിൽ ഒരു വലിയൊരു ആശങ്ക രേഖപ്പെടുത്തുന്നത്. നിലവിൽ ഇന്ത്യയിൽ ഏതാണ്ട് 8,000 കോടി മുടക്കി വലിയൊരു കാർ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കാനുള്ള DYD ഒരു അപേക്ഷയുമായിട്ടൊക്കെ മുന്നോട്ട് വന്നു. അപ്പം നമുക്ക് ഈ ചൈനക്കാരനെ അത്ര വിശ്വാസമായതുകൊണ്ട് നമ്മുടെ സർക്കാർ ആ അപേക്ഷ പൂർണ്ണമായി അങ്ങോട്ട് നിരസിച്ചു. നമ്മൾ വിദേശ നിക്ഷേപം എത്ര കണ്ടാലും എത്ര കൊണ്ടുവന്നാലും അത് സ്വാഗതം ചെയ്യുന്ന രാജ്യമാണ്. BYD 8,000 കോടി രൂപ ഓഫർ ചെയ്ത് വന്നപ്പോൾ ആ പരിപ്പയുടെ വേഗില്ല എന്നുള്ള കാര്യം പറഞ്ഞു വിട്ടത്. ഇതിലൂടെ ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യയിൽ നേരിട്ട് വലിയ സാങ്കേതിക അടിത്തറ ഉണ്ടാക്കുന്നത് സർക്കാർ തടയുകയാണ് വാസ്തവത്തിൽ ആ നടപടിയിലൂടെ ചെയ്തത്. കൂടാതെ ഇന്ത്യൻ ഗതാഗത മന്ത്രാലയം സ്മാർട്ട് കാറുകളുടെ സൈബർ സുരക്ഷയ്ക്കായി AAS 189, AAS 190 എന്നീ കർശനമായ ചട്ടങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. സ്മാർട്ട് കാറുകളിലെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ നിർമ്മാതാക്കൾ സൈബർ സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം നടപ്പിലാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ലെവൽ അല്ലെങ്കിൽ ലെവൽ 3+ ഉള്ള സ്മാർട്ട് വാഹനങ്ങൾക്ക് 2026 ഒക്ടോബർ മുതൽ ഈ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങളും നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂടാതെ ഓവർ ദി എയർ ഇൻ്റർനെറ്റ് അപ്ഡേറ്റുകൾ ലഭിക്കുന്ന വാഹനങ്ങൾക്കും ഈ നിബന്ധന കർശനമാക്കും. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം കണക്റ്റഡ്, അതായത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉള്ള കാറുകൾ ശേഖരിക്കുന്ന ഉപഭോക്താക്കളുടെ വ്യക്തിഗത വിവരങ്ങളും യാത്രാ വിവരങ്ങളും ഇന്ത്യയിലെ സെർവറുകളിൽ മാത്രമേ സൂക്ഷിക്കാവൂ എന്നുള്ള നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. ചൈനയിലെ സെർവറുകളിലേക്ക് ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ലൊക്കേഷൻ ഡാറ്റയോ ക്യാമറ ദൃശ്യങ്ങളോ പോകുന്നത് ഡിജിറ്റൽ വ്യക്തിവിവര സംരക്ഷണ നിയമപ്രകാരം സർക്കാർ അത് തടയുന്നുമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കർശന നിയമ നടപടി ഉണ്ടാകും എന്നുള്ള വ്യവസ്ഥ നിയമപ്രകാരം ഇവിടെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, അതായത് CERTIN, കാർ നിർമ്മാതാക്കൾക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതനുസരിച്ച് സ്മാർട്ട് കാറുകളിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളിലും ചിപ്പുകളിലും സുരക്ഷാ പിഴവുകൾ നിരന്തരം പരിശോധിക്കണമെന്നും എന്തെങ്കിലും സൈബർ ആക്രമണ സാധ്യത കണ്ടെത്തിയാൽ ഉടൻ സർക്കാരിനെ അറിയിക്കണമെന്നും നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ചൈനയുടെ കാറിനെ വിശ്വസിച്ച 8ന്റെ പണി കിട്ടും, അവൻ്റെ വാക്ക് വിശ്വസിച്ചാലും 8ന്റെ പണി കിട്ടും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബദൽ, ഒരു സൊല്യൂഷൻ എന്താണ്? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സൊല്യൂഷൻ ഉണ്ട്. അതിതാണ്, ചൈനീസ് കമ്പനികളെക്കുറിച്ച് പറയുമ്പോൾ അമേരിക്കയുടെ നമ്മുടെ ഇലോൺ മസ്കിൻ്റെ ടെസ്ല എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യവും മറന്നു പോകരുത്. ടെസ്ലയും ഈ പരിപാടിയൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്, ഈ നിരീക്ഷണ പരിപാടികളൊക്കെ അവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ നിരത്തുകളിൽ ടെസ്ല താരതമ്യേന വളരെ കുറവാണ്. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ടെസ്ലയെക്കുറിച്ച് വലിയ ആവലാതി വേണ്ട. പക്ഷേ ചൈനയെ ഒരു കാരണവശാലും നമ്പാൻ പറ്റില്ല. അപ്പോൾ ടെസ്ലയും BYDയും തന്നെയാണ് ഇപ്പോഴും ആഗോള നിരക്കിലുള്ളതെങ്കിൽ തന്നെയും നമ്മുടെ ഇന്ത്യ ആ കാര്യത്തിൽ വലിയൊരു ഞെട്ടിക്കൽ വരുത്തിയിട്ടുണ്ട്. അത് ഊർജ്ജക്ഷമതയുടെ കാര്യത്തിലാണ്. ഈ ICCT എന്ന് പറയുന്ന ഗ്ലോബൽ ഓട്ടോമേക്കർ റേറ്റിംഗിൽ 2025 റേറ്റിംഗ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ വൈദ്യുതിയിൽ കൂടുതൽ ദൂരം ഓടാൻ കഴിയുന്ന വാഹനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ സ്വന്തം ടാറ്റ മോട്ടോഴ്സും 1ാം സ്ഥാനവും മഹീന്ദ്ര 2ാം സ്ഥാനവും നേടി. അപ്പോൾ ഊർജ്ജക്ഷമതയിൽ ഇന്ത്യൻ ബ്രാൻഡുകളാണ് മുന്നിൽ. അപ്പോൾ പിന്നെ ഈ കുറച്ച് കാണാൻ ലുക്കും കുറച്ച് എന്താ പറയുക മറ്റ് ഫെസിലിറ്റിയൊക്കെ കണ്ട് അതിൻ്റെ പുറകെ പോയില്ല. അപ്പോൾ ചൈനയ്ക്ക് ഭയങ്കര ലുക്ക് മാത്രമല്ല ഭയങ്കര ബുദ്ധിയുണ്ട് എന്നുള്ളത് നമ്മൾ ഓർത്തേക്കണം. അപ്പോൾ കുറഞ്ഞ ചിലവിൽ മികച്ച സാങ്കേതിക വിദ്യ ഒരുക്കുന്ന ഇന്ത്യൻ മോഡലുകളാണോ അതോ ഇമ്മാതിരി ഉടായ്പ പരിപാടി കാണിക്കുന്ന ചൈനീസ് മോഡലുകളാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോ ഇംഗിതത്തിന് അല്ലെങ്കിൽ തീരുമാനത്തിന് വിടുകയാണ്. ആഗോളതലത്തിൽ ഒന്നാമതെത്താൻ EVകളുടെ വിൽപ്പന നമുക്ക് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഫാസ്റ്റ് ചാർജിംഗ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. സാങ്കേതിക വിദ്യയിലും വളരെ മുന്നേറേണ്ടതുണ്ട്. നിലവിൽ ഈ കാര്യത്തിൽ ചൈന 1ാം സ്ഥാനത്താണെന്നുള്ളത് നമുക്ക് അംഗീകരിച്ചേ മതിയാകൂ. പക്ഷേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ മെച്ചപ്പെടുത്തിയാൽ ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് മുന്നേറാൻ സാധിക്കും. ഇന്ത്യയിലെ തിരക്കേറിയ റോഡുകൾക്ക് അനുയോജ്യമായ രീതിയിൽ ചെറിയ ബാറ്ററിയിൽ നിന്ന് പരമാവധി മൈലേജ് എടുക്കാനായിട്ട് ടാറ്റയ്ക്കും മഹീന്ദ്രയ്ക്കും നിലവിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മാത്രം കൊണ്ടും കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ വിദേശ ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന തരത്തിൽ അതിൻ്റെ ചാർജിങ് വേഗത കൂട്ടുകലും അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചാ ഭംഗി, ഇപ്പോൾ മഹീന്ദ്രയുടെ ലേറ്റസ്റ്റ് മോഡൽ വാഹനത്തിന് നല്ല ഗാംഭീര്യവും നല്ല കാഴ്ചാ ഭംഗിയുമുണ്ട്. ടാറ്റയ്ക്ക് ഉറപ്പ് മാത്രമേ ഉള്ളൂ. മറ്റ് ചൈനീസ് മോഡലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് വളരെ കുറവാണ്. അത് ഒരു പ്രശ്നം തന്നെയാണ്. ഇനി
ഈ നമുക്കും ഈ എന്താ പറയുക ഈ ഇലക്ട്രിക് വാഹനങ്ങൾ, ഇന്ത്യൻ ഇലക്ട്രിക് വാഹനങ്ങൾ എന്താ ഇലക്ട്രിക് വാഹനങ്ങളല്ലേ, അതിനും ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനും ചില സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ ഉള്ള ഒരു ബ്രാൻഡ് എന്ന തരത്തിൽ നമുക്ക് ഒരു പരിധിവരെ ഇന്ത്യൻ ബ്രാൻഡുകളെ വിശ്വസിക്കാം. എന്നിരുന്നാലും ചില ഹാക്കർമാർ വിചാരിച്ചാലും പണി പറ്റിക്കാം. കാരണം ഇതേപോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഉള്ളതുകൊണ്ട് ഹാക്കർമാർക്ക് കടന്നു വരാൻ സാധിക്കും. ഇപ്പോൾ ബ്ലൂടൂത്ത് വഴി EVകളുടെ ബാറ്ററി സിസ്റ്റത്തിലേക്ക് ഹാക്കർമാർക്ക് കടന്നു കയറാൻ കഴിയുന്ന സുരക്ഷാ വീഴ്ചകൾ അടുത്തിടെ കണ്ടെത്തിയിരുന്നു. EVകൾ ദൂരത്ത് നിന്ന് തന്നെ ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ ഇത്തരം തകരാറുകൾ കാരണമായേക്കാം. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന സാധനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ VVIP കോൺവോയുകളിലോട്ടൊക്കെ ഇടിച്ചു കയറ്റാൻ ഈ പരിപാടി ഉപയോഗിച്ചാൽ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഇന്ത്യൻ ബ്രാൻഡുകളാണെങ്കിലും EVകളിൽ ഉപയോഗിക്കുന്ന പല ഇലക്ട്രോണിക്സ് ചിപ്പുകളും അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലുള്ള പല സംവിധാനങ്ങളും എല്ലാം തന്നെ ഒന്നെങ്കിൽ ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നോ നമ്മളിപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം സംഗതികളിൽ ഈ ട്രോജൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹാർഡ്വെയർ ട്രോജൻ എന്നാണ് എൻ്റെ മുഴുവൻ പേര്, അത്തരത്തിൽ എന്തെങ്കിലും രഹസ്യമായിട്ട് അവർ ചേർത്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് വെല്ലുവിളിയാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പരമാവധി ശ്രദ്ധിക്കുക എന്നല്ലാണ്ട് നമുക്ക് ഈ കാര്യത്തിൽ നമുക്ക് വിശദമായി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ചൈനീസ് ബ്രാൻഡുകളെ. ചൈന എന്ന് പറയുന്ന രാജ്യം ഇത്തരം ഉഡായിപ്പ് പരിപാടികൾ ചെയ്യാൻ മിടുക്കരാണ്. അവരത് പലവട്ടം തെളിയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ഒരു കാഴ്ച ഭംഗിയും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത്തിരി ഗമ തോന്നിക്കോട്ടെ എന്ന് കരുതി ചൈനീസ് ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ഒരു വട്ടം കൂടി ആലോചിക്കുക, ഞാൻ എൻ്റെ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ കൂട്ടുനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്.